വെള്ളിയാഴ്ച നമ്മളുടെ ദേവാലയ നടയിലൂടെ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നാം എല്ലാവരും ഈ ദേവാലയ അന്തരീക്ഷത്തിലെ ചുറ്റുപാടുകളിൽ ആയിരിക്കുമ്പോൾ പ്രകാരമൊരു സൗകര്യങ്ങളെ ഒരുക്കിത്തുന്ന ദൈവത്തോട് നമുക്ക് നന്ദി പറയുവാനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ ക്രമീകരണങ്ങൾ ഒത്തിരി സഹായകമാണ് എന്ന് തിരിച്ചറിയുകയും ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് തുടർന്നും ദൈവാരൂപിയുടെ നിറവിൽ ജീവിതത്തിലെ സഹനങ്ങളെ നേരിടുവാനായിട്ട്, കുരിശുകളെ വഹിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് ശക്തി തരട്ടെ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ആഴ്ചയിലെ നോയമ്പുകാല സന്ദേശം തരുവാനായിട്ട് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ചാമക്കാല സെബാസ്റ്റ്യൻ അച്ഛനാണ്. അച്ഛനെ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും സുപരിചിതനായിരിക്കാം. അച്ഛൻ ഈ ദേശത്തുകാരൻ തന്നെയാണ്. അച്ഛൻ ഇപ്പോൾ നമ്മുടെ അതിരൂപതയിലെ കുടുംബക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്ന ആളാണ്. വർഷങ്ങളായിട്ട് അച്ഛന് അതിരൂപതയുടെ പൊതുവായ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈദിക സഹോദരനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ സമയത്ത് തന്നെ എത്തിച്ചേരുകയും നമ്മളുമായിട്ട് സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയുമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ പാറമ്പുഴ ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ്റെയും പേരിൽ ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കാനും കഴിഞ്ഞ ആഴ്ചയിൽ ചിലരൊക്കെ ഇങ്ങനെ പള്ളിയുടെ ചുറ്റും ഓടി നടക്കുന്നതായിട്ടും കുട്ടികൾ നിയന്ത്രണമില്ലാതെ നടക്കുന്നതായിട്ടുമൊക്കെ പരാതികൾ ഉണ്ടായിരുന്നു. അതുണ്ടാകാതിരിക്കാനായിട്ട് മാതാപിതാക്കന്മാരും കൂടി അല്പം ശ്രദ്ധ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ ശ്രമിക്കാം. ഈശ്വരന് സ്തുതിയായിരിക്കട്ടെ. കുരിശിന്റെ വരി വളരെ ഗൗരവമായി ധ്യാനിച്ചു വന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു ഗൗരവ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ മുഖം എനിക്ക് ശരിക്ക് കാണത്തില്ല. നിങ്ങളെല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കുന്നു. നോമ്പ് ദുഃഖത്തിൻ്റെതല്ല, നോമ്പ് എപ്പോഴും സന്തോഷകരമായ ഒരു അനുഭവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ എല്ലാ തിരുനാളുകളോടനുബന്ധിച്ചും അതിനു മുൻപായി നോമ്പ് ആചരിച്ച് ആ തിരുനാളിൻ്റെ ചൈതന്യം സ്വന്തമാക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പൗരസ്ത്യ സഭകൾ എന്നുള്ള നിലയിൽ നോമ്പിൻ്റെ മക്കൾ എന്നാണ് വിദേശികളായിട്ടുള്ള മിഷണറിമാർ നമ്മളെ വിശേഷിപ്പിച്ചത്. കാരണം ഏകദേശം വർഷത്തിൻ്റെ ഒരു പകുതിയോളം എത്തുന്ന വിധത്തിലെങ്കിലും പലതരത്തിലുള്ള നോമ്പുകൾ നമുക്കുണ്ട്. നമുക്ക് പരിചയമുള്ള നോമ്പുകൾ ഏതൊക്കെയാണ്? 25 നോമ്പുണ്ട്, പിന്നെ ഇപ്പം 50 നോമ്പുണ്ട്, പിന്നെ 8 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും അബ്സ്റ്റിനൻസ് അങ്ങനെ നമ്മൾ പാലിക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. മാംസവർജനത്തിൻ്റെ ദിവസങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ നോമ്പെടുക്കുന്നില്ല, വീട്ടിലെല്ലാവരും നോമ്പുണ്ട്, ഞാൻ എടുക്കാറില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ചില ആളുകൾ നോമ്പിന്റെ കാര്യം തന്നെ മറന്നുപോയവരുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ നോമ്പിനെ കുറിച്ച് ഓർക്കാനായിട്ടൊരു അവസരമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അതുപോലെ കൊച്ചച്ഛനെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു ആത്മീയ ശുശ്രൂഷ
ഇത് എല്ലാ വർഷവും ഉള്ളതാണോ അതോ? നല്ലൊരു ഭംഗിയാണിത് കാണാനും അതിൽ പങ്കുചേരാനും. ഞാൻ നേരത്തെ വന്നതുകൊണ്ട് ഞാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ആ ഒരു മനോഹാരിത, നമുക്ക് സഭ എത്ര മനോഹരമായിട്ടാണ് ഒരു സ്പിരിച്വൽ പ്രോജക്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്, ഒരു ആത്മീയ പദ്ധതി സഭ നമുക്ക് ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരു പരിശീലന പദ്ധതി നമുക്ക് മനോഹരമായി സഭ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിറ്റർജിക്കൽ കാറ്റഗേസിസ് എന്നാണ്. ആരാധനാക്രമപരമായ പരിശീലനം, മതബോധനം, വിശ്വാസ പരിശീലനം. ഓരോ കാലങ്ങളിലൂടെയും നമ്മളെ ഈശോയിലേക്ക്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലേക്ക് മനോഹരമായി അടുപ്പിക്കുന്ന സഭയുടെ ചൈതന്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് വലിയ നോമ്പ് കുറെ കൂടി കാർക്കശ്യമായി, കണിശതയോടെ, കൃത്യതയോടെ നമ്മൾ ഏറ്റെടുക്കുന്ന, അതിന്റെ ചൈതന്യത്തെ സ്വന്തമാക്കുന്ന, അതുവഴി ഈശോയുടെ പീഡാസഹന മരണോത്ഥാനങ്ങളെ കുറെ കൂടി തീവ്രമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ സീസൺ ഓഫ് സാക്രിഫൈസസ് എന്ന് പറയും. അത് ബലിയർപ്പണങ്ങളുടെ കാലയളവാണ്. നമ്മുടെ ശരീരത്തിൽ അർപ്പിക്കുന്ന ബലികളുടേത് ഉൾപ്പെടെയുള്ള, ഉപേക്ഷയുടെ ബലികളുടെ ഉൾപ്പെടെയുള്ള കാലമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഈ കാലത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തോട് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരത്തിൽ ബലിയർപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിൾ അത് അനുസ്മരിപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഇതൊരു പാഠ്യപദ്ധതിയാണ്, നമുക്ക് സഭ നൽകിയിരിക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണ്. ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇതിനൊരു ശിക്ഷണക്രമമുണ്ട്, ഇതിനൊരു പാഠ്യപദ്ധതിയുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ ഇത് പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രക്ഷാരഹസ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവരായി മാറും. ഒരു പരിശീലന പദ്ധതിയിലൂടെ കടന്നു പോവുക, ഒരു ശിക്ഷണ പ്രക്രിയയിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അയത്ന ലളിതമായി തീർക്കാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്, നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങളുണ്ട്, നമ്മൾ ഓരോ അനുഭവങ്ങളിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, ആ തീരുമാനങ്ങളിൽ നിലനിൽക്കാൻ നമ്മൾ എടുക്കുന്ന ത്യാഗമുണ്ട്. വലിയ ഒരു വടവൃക്ഷം പോലെ മണ്ണിനോട് വേര് തറച്ചിരിക്കുന്ന ഒരു മരം പിഴുതെടുത്താൽ എന്നതുപോലെ അതിനേക്കാളും ആഴത്തിൽ നമ്മുടെ ശരീരത്തോടും അതിന്റെ ഏറ്റവും ആഴത്തോടും ചേർന്ന് നിൽക്കുന്ന ചില ചിന്തകളെ, ചില ശീലങ്ങളെയൊക്കെ പറിച്ചു മാറ്റുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളുണ്ട്. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഹെബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായം 11-ാം വാക്യം പറയും, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാളും വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെടുന്നവർക്ക് കാലാന്തരത്തിൽ അത് നീതിയുടെ, സമാധാനത്തിന്റെ ഫലം നൽകുന്നു എന്നാണ്. അപ്പൊ ഒരു ശിക്ഷണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ചില സ്വാഭാവികമായ ത്യാഗങ്ങളും സഹനങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ശിക്ഷണം ഏറ്റെടുക്കുമ്പോൾ, അതിന് മുന്നിൽ നമ്മുടെ മനസ്സ് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. നമ്മളുടെ ശരീരത്തെ സ്പർശിക്കുന്ന നോമ്പിന് തീർച്ചയായും ആഴത്തിൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കും. ഇനി മനസ്സിനെ നവീകരിക്കാത്ത നോമ്പ് കൊണ്ട് അർത്ഥമില്ല. നമ്മൾ ഈ 50 ദിവസം നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ ആ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ചില ഉപേക്ഷകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നടത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആത്യന്തികമായി ആ ഉപേക്ഷ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വരൂപിക്കേണ്ട ചില പുണ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അമാന്തിച്ചു നിന്നാൽ, നമ്മൾ സന്ദേഹിച്ചു നിന്നാൽ
ആ നോമ്പിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. എല്ലാ വർഷവും അത് നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് നോമ്പിനെ നമ്മൾ ഏറ്റെടുക്കണം. ഈ നോമ്പിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഈ കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഈ കുരിശിന്റെ വഴി നമ്മളോട് ആവശ്യപ്പെടുന്ന സഹനങ്ങളെ, സമർപ്പണങ്ങളെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണല്ലോ ഈശോ പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. നിസ്വാർത്ഥരാകാതെ നമുക്ക് മിശിഹായുടെ കുരിശെടുക്കാൻ കഴിയില്ല എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥരാവുക എന്നാണ്. ഇന്ന് പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം നിവൃത്തിയാക്കാനും അത് നിവൃത്തിയാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും മടി കാണിക്കാതിരിക്കുന്നിടത്ത് അവരന്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു മനോഭാവം സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പ് നമുക്ക് അർത്ഥമുള്ള ചില അനുഭവങ്ങൾ പ്രദാനം ചെയ്യും. അതുകൊണ്ട് മിശിഹായുടെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ആ കുരിശ് പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശത്തിന് വഴങ്ങിക്കൊടുക്കാനുള്ള ആന്തരികമായ സന്നദ്ധതയോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ സ്ലീവാപാതയിലായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇതൊരു ആത്മീയാഭ്യാസം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് എന്റെ ജീവിതത്തോട് ചില കാര്യങ്ങൾ സംവേദിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഞാൻ സന്നദ്ധയാകുമ്പോഴാണ് നമ്മളുടെ ഈ ആത്മീയ ആചരണങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ ആഘോഷങ്ങളെ, ഈ ആത്മീയ പരിശീലനങ്ങളെ, അതിന്റെ സമയത്തെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതെന്റെ ജീവിതത്തോട് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്ത് നവീകരണമാണ് ഈ നോമ്പ് കാലം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എന്റെ ബന്ധങ്ങളിൽ, എന്റെ ഇടപെടലുകളിൽ, എന്റെ ജീവിതാന്തസ്സിന്റെ കടമകളിൽ എന്തു നവീകരണമാണ്, എന്ത് ശിക്ഷണമാണ് ഈ നോമ്പിന്റെ പാഠ്യപദ്ധതി എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ ഉറക്കെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നവീകരണം വരുത്താനുള്ള ഒരു സന്നദ്ധതയോടുകൂടി ഈ നോമ്പിനെ സമീപിക്കണം. നോമ്പിന്റെ ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും ആഴത്തിലുള്ള മാനസാന്തരത്തിന് വേണ്ടി സന്നദ്ധരാകുക എന്നാണ് എനിക്ക് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത്. നോമ്പ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും ആഴമായ മാനസാന്തരത്തിന് സന്നദ്ധരാകുക. കാരണം നമ്മൾ ഈശോയുടെ കുരിശ് വഹിക്കുന്നവരാണ്. പലപ്പോഴും ഈശോയുടെ കുരിശ് വഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചില കുരിശിന്റെ വഴികളിലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ മരകഷണങ്ങൾ ചുമന്ന് കൊണ്ടുപോയി കുരിശിന്റെ വഴിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. എന്തുമാത്രം ത്യാഗത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെ എന്ത് പ്രയോജനമാണ്? വലിയ മരങ്ങൾ, അതവിടെ നാട്ടിൽ നിൽക്കേണ്ട മരങ്ങളാണ്. എന്നാൽ ഇത് ചുമന്നുകൊണ്ടു പോകുന്ന നമുക്കുണ്ടാകുന്ന മാനസാന്തരം ഏത് തലത്തിലാണ്? നമ്മൾ കായികമായ ഒരു അധ്വാനം ചെയ്തു, എന്നാൽ അതിനേക്കാൾ എത്രയോ അധ്വാനിച്ചാലാണ് ആന്തരികമായ ഒരു പരിവർത്തനം നമ്മിൽ സാധ്യമാവുക. അതിന് എന്ത് പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ കാലഘട്ടം അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. അതിനൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് മറുപടി പറയാൻ, ഉത്തരം കണ്ടെത്താൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണിത്. നോമ്പിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശില്പവും ശില്പിയും പോലെ നമ്മിൽ ഒരു വിശുദ്ധിയുടെ സാധ്യതയുള്ള വ്യക്തിത്വമുണ്ട്. ആ വിശുദ്ധിയുടെ സാധ്യതയുള്ള വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തിയാൽ അതിന് അനുഗുണമല്ലാത്തവയെ ബോധപൂർവം മാറ്റിക്കളയാനുള്ള സന്നദ്ധതയാണ് നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നത്. എഫേസസ് ലേഖനത്തിന്റെ 4-ാം അധ്യായം 22-24 വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികളാൽ നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും
ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ആ പുതിയ മനുഷ്യൻ ഈശോ മിശിഹ തന്നെയാണ്. പൗലോസ്ലീഹ പറയും മിശിഹായെ ധരിക്കുവിൻ എന്നാണ്. അത് ഏറ്റവും ആഴമായ പരിശ്രമം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അത് പുറമോടിയിൽ സംഭവിക്കേണ്ട ഒന്നല്ല, സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ആന്തരികതയിൽ സംഭവിക്കേണ്ടത് ഒന്നാണ്. നമുക്ക് മിശിഹായിലേക്ക് രൂപാന്തരപ്പെടാൻ സാധിക്കുമോ? നമുക്ക് മിശിഹായിലേക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കുമോ എന്ന അന്വേഷണമാണ്. അതിന് ചില പദ്ധതികൾ സഭ നമുക്ക് നൽകുന്നുണ്ട്. നോമ്പിന്റെ 3 നെടും തൂണുകൾ എന്നറിയപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഉപവാസം, അല്ലെങ്കിൽ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന അരൂപിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും മകുടമായി വരുന്നത് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. പരിശുദ്ധ കുർബാന അർപ്പണം ദേവാലയത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് ഓടി വരും. എത്രമാത്രം ആഗ്രഹത്തോടെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരിക. പരിശുദ്ധ കുർബാന അർപ്പണം എന്താണ്? കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ എന്നാണ് കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്. കുർബാനയ്ക്ക് വേണ്ടി കാർമ്മികൻ വന്ന് പെസഹ തിരുനാളിൽ ചൊല്ലി, അതിനുശേഷമുള്ള ആദ്യത്തെ കാർമ്മികന്റെ പ്രാർത്ഥന കർത്താവിന്റെ തിരുനാളുകളിലുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പറയുന്നത് അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന, ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുന്ന. നമ്മൾ ആഗ്രഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് ഓടി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയുന്നു. ഞങ്ങൾ വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടി. ആ വിശ്വാസം, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ആ വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് പള്ളിയിലേക്ക്. പള്ളിയാണ്. പള്ളി എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. സഭ എന്ന ഒരർത്ഥമുണ്ട്. പഴയ മലയാളത്തിൽ തിരുസഭയ്ക്ക് പറയുന്ന പേര് ആർക്കെങ്കിലും അറിയാവോ? പഴയ ആൾക്കാരാരെങ്കിലും? പഴയ മലയാളത്തിൽ തിരുസഭ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പേരായിരുന്നു. ശുദ്ധമാന പള്ളി. ഈ വാക്ക് കേട്ടിട്ടുള്ളൊരു കൈപൊക്കിയാൽ ഒത്തിരി പ്രായമുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക്. ശുദ്ധമാന പള്ളി. അപ്പൊ പള്ളിക്ക് 2 അർത്ഥമാണ്. ഒന്ന്, നമ്മൾ ഒത്തുകൂടുന്ന ഈ ഭൗതിക ഘടനയ്ക്കും പള്ളി എന്നാണ് പേര് പറയുന്നത്. ആ പള്ളിക്കകത്തേക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനത്തിനും പറയുന്ന പേര് പള്ളി എന്നാണ്. സഭ എന്ന വാക്കിന്റെ അർത്ഥം, പള്ളി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കാനായി വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ഗണമെന്നാണ്. ഈ പള്ളി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. പള്ളിയൊക്കെ അടയ്ക്കപ്പെട്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ. കോവിഡ് ഒക്കെ സംഭവിച്ച കാലത്ത് പള്ളി അടയ്ക്കപ്പെട്ടിരുന്നു. പക്ഷെ ഈ പള്ളി അടയ്ക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങൾക്ക്, പ്രകാശനങ്ങൾക്ക് അവസരം ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇവിടെ മാത്രമല്ല, കോവിഡിന്റെ സമയത്ത് മാത്രമല്ല, ഇന്നും അതിന് അനുവാദമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് കുറച്ചു കാലം ഞാൻ രഹസ്യമായിട്ട് കഴിഞ്ഞതാണ്. ഈ ടൈല് ഒട്ടിക്കുന്ന മേസ്ത്രിയുടെ വർഷങ്ങൾ, 2.5 വർഷക്കാലം. അപ്പൊ ഞാൻ അവിടെ കണ്ട ഒരു കാര്യം, വിശ്വാസത്തിന്റെ പ്രത്യക്ഷ പ്രകാശനത്തിന് അവസരമില്ലാത്ത ആ രാജ്യത്ത് ഒരു വീട്ടില് കുറച്ച് ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ എത്രമാത്രം ആഗ്രഹത്തോടെ, ആകാംക്ഷയോടെ, ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രകാശനമാണ് കണ്ടത്. ദേവാലയം വളരെ പ്രിയപ്പെട്ട ഇടമായി കരുതുന്ന ഒരു സന്ദേശം അവിടെയുണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വരാൻ പറ്റാതിരുന്ന കാലത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചനകളുണ്ട്. 2 പ്രവാസ കാലത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് അസീറിയൻ പ്രവാസകാലവും 2 ബാബിലോൺ പ്രവാസകാലവും. അസീറിയൻ പ്രവാസകാലത്തിന്റെ പ്രതിനിധിയായിട്ട് ബൈബിളിൽ കാണുന്ന ഒരു വ്യക്തിയാണ് തോബിത്ത്. തോബിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പൂർവികര് പലരും, എന്റെ പിതൃവംശത്തിൽപ്പെട്ട പലരും, നഫ്താലി ഗോത്രമാണ്, ആ ഗോത്രത്തിൽപ്പെട്ട പലരും ദൈവകേന്ദ്രത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വന്ന സമയത്ത് അവർ വിശ്വാസം ഉപേക്ഷിച്ച് അവിടെ ചെന്നു പറ്റിയ ഇടങ്ങളിലെ വിശ്വാസമൊക്കെ ആചരിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഞാനാകട്ടെ
ജെറുസലേമിൽ തിരുനാളുകളിൽ പങ്കെടുക്കാൻ ഞാൻ കൃത്യമായി പോകുമായിരുന്നു. അതിന്റെ കാരണം തോബിത്ത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദേവാലയത്തിലേക്ക് ഓടി വരുമ്പോൾ നമ്മളെ ചലിപ്പിക്കുന്നത്, നമ്മളെ ത്രസിപ്പിക്കുന്ന ഓർമ്മ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ആ ഓർമ്മയുടെ ശക്തിയിൽ, ആ ഓർമ്മയെ മുൻനിർത്തിയുള്ള കൃതജ്ഞതാർപ്പണത്തിന് വേണ്ടിയാണ്, നന്ദി പ്രകാശനത്തിന് വേണ്ടിയാണ് ഈ ദേവാലയത്തിലേക്ക് ഓടി വരുന്നത്. ഈ നോമ്പിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ അടുപ്പം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ തൊട്ടടുത്ത് നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആള് വളരെ ദാഹത്തോടെ, കണ്ണുനീരോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് അത്രയും ആത്മാർത്ഥതയോടുകൂടി അർപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനൊരു പ്രധാനപ്പെട്ട കാരണം ജീവിതം അർപ്പിച്ചുകൊണ്ടുള്ള ബലിയാണ് നമ്മളെ ചലിപ്പിക്കാൻ പോകുന്ന ബലി. നമ്മളെ ആത്മാർത്ഥതയിൽ, അതിന്റെ ആത്മീയതയിൽ സ്പർശിക്കാൻ പോകുന്ന ബലി ജീവിതം അർപ്പിച്ചുകൊണ്ടുള്ള ബലിയാണ്. നിന്റെ തൊട്ടടുത്ത് നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വ്യക്തി അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും ആഴമായ അനുഭവങ്ങളെ സ്പർശിക്കുന്ന ബലിയായിട്ടാണ് അതിനെ കാണുന്നത്. നിനക്കത് കാണാൻ സാധിക്കുന്ന സമയം നീ ആ ബലിയുടെ ഭാഗമായി യഥാർത്ഥത്തിൽ മാറും. കാരണം ഇത് വളരെ കണിശതയോടുകൂടി എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ബലിയാണ്. കാർമികൻ തിരുവസ്തുക്കൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാഴ്ചയർപ്പണത്തിന്റെ സമയത്ത് ചൊല്ലുന്നുണ്ട്, നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ആ ബലിയർപ്പണത്തെ കുറിച്ച് നെസ്തോറിയസിന്റെ ക്രമത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ അർപ്പിച്ചതും ശ്ലീഹന്മാർ പ്രസംഗിച്ചതും രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതും മൽപ്പാന്മാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതും പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ അർപ്പിച്ചതും മൽപ്പാന്മാർ കരങ്ങളിൽ സംവഹിച്ചതും ജനതകൾ പാപപരിഹാരത്തിനായി അർപ്പിച്ചതുമായ, സ്വീകരിച്ചതുമായ ഈ പരിശുദ്ധ കുർബാന സകല സൃഷ്ടികൾക്കും വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ സൂചിപ്പിച്ചത്. ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ബലിപീഠങ്ങളിൽ, നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. അത് പ്രതീകങ്ങളിലൂടെ സൂചിപ്പിക്കപ്പെടണം. അത് ശ്ലീഹന്മാർ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കപ്പെടണം. അത് രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതുപോലെ സ്വന്തമാക്കപ്പെടണം. അത് പുരോഹിതന്മാർ ബലിപീഠത്തിൽ അർപ്പിച്ചതുപോലെ അർപ്പിക്കപ്പെടണം. അത് മൽപ്പാന്മാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കപ്പെടണം. അത് ജനതകൾ പാപഭോജനത്തിനായി സ്വീകരിച്ചതുപോലെ സ്വീകരിക്കപ്പെടണം. അവിടെ നമുക്ക് അലസതയില്ല. കാരണം അതൊരു ജീവനെ കണ്ടുമുട്ടുന്ന സമയമാണ്. അപ്പൊ ദേവാലയത്തോടുള്ള നമ്മുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ അവസരങ്ങളിലേക്കോ തിരുനാളിന്റെ അവസരങ്ങളിലേക്കോ പരിമിതപ്പെടുത്താനുള്ളതല്ല. അത് ആരെങ്കിലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ നിശ്ചയിക്കപ്പെടാനുള്ളതല്ല. അതിൽ ബന്ധമുണ്ടെങ്കിൽ അത് നിനക്ക് നിന്റെ ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് മാത്രം നിർണയിക്കപ്പെടേണ്ട ഒന്നാണ്. അത് ആ തരത്തിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ബാബിലോൺ പ്രവാസകാലത്തിന്റെ സങ്കടത്തെ കുറിച്ച് 137 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്: ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്തു ഞങ്ങൾ കരഞ്ഞു. സിയോൻ എന്ന് പറയുന്നത് ദൈവകേന്ദ്രമാണ്. അവിടുന്ന് അടിച്ചോടിക്കപ്പെട്ട് ബാബിലോണിന്റെ തീരത്ത് താമസിക്കേണ്ടി വന്ന, പ്രവാസികളായി കഴിയേണ്ടി വന്ന ജനത്തിന്റെ ദുഃഖമാണത്. 137 സങ്കീർത്തനം. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്തു ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. സിയോനിലെ ചില പാട്ടുകൾ പാടുവിനെന്ന് ഞങ്ങളെ അടിമപ്പെടുത്തിയവർ നിർബന്ധിച്ചു. അന്യദേശത്തു ഞങ്ങൾ കർത്താവിന്റെ ഗാനം എങ്ങനെ ആലപിക്കും? കർത്താവിന്റെ ദേശത്ത് നിന്ന്
മാറി നിൽക്കുമ്പോൾ, ബലിപീഠമുള്ള സങ്കേതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ സംഗീതമില്ല, സന്തോഷമില്ല എന്ന് പറയുന്ന ഒരു ജനത്തെ നമ്മൾ അവിടെ കാണുകയാണ്. അവിടെ നിന്നാണ് പിന്നീട് ഒരു യാത്ര തുടങ്ങുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് സെറുബാബേലിന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് ദേവാലയത്തിന്റെ ചുറ്റുമതിലുകളൊക്കെ നിർമ്മിച്ചെടുത്ത് ദേവാലയം നിർമ്മിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട്, നമ്മള് ഈ ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലും, അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഞാനൊരു ബൈബിൾ ക്വിസ് ചോദിക്കട്ടെ, അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അവരെന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷിച്ചതെന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. 122 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യമാണ്. അവരെന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷിച്ചത്? നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രവാസകാലം അവസാനിച്ചു, ദേവാലയം നിർമ്മിക്കപ്പെട്ടു, അവിടേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആഴ്ചയുടെ ആദ്യ ദിവസം ദേവാലയത്തിലേക്ക് ഓടിയിരുന്ന ഒരു ജനത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. ഈ നോമ്പിൽ നമ്മൾ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധം ഈശോയോടുള്ള ആഴമായ ബന്ധത്താൽ നിർവചിക്കപ്പെടുകയാണ്. അതൊരു കർമ്മമായി പരിമിതപ്പെടാനുള്ളതല്ല, അതൊരു ജീവിതവുമായുള്ള കണ്ടുമുട്ടലായി തിരിച്ചറിയപ്പെടാനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത്. ഈ ബലിക്ക് പകരം ബലി, ഈ സ്നേഹത്തിന് പകരം സ്നേഹം എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അവിടെ അർപ്പിക്കപ്പെട്ട ബലിക്ക് പകരം ഇതാ ഞാൻ എൻ്റെ ജീവിതാന്തസ്സിന്റെ കടമകളിലേക്ക്, എൻ്റെ ജീവിതായോധനത്തിന്റെ ചുമതലകളിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എനിക്ക് ബലി അർപ്പിക്കാനുണ്ട്. ഈ ബലിക്ക് പകരം ബലി, ഞാൻ ഈ അൾത്താരയിൽ നിന്ന് അനുഭവിച്ച സ്നേഹത്തിന് പകരം എൻ്റെ ജീവിതാന്തസ്സിൽ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്, പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബലിക്ക് പകരം ബലി, ഈ സ്നേഹത്തിന് പകരം സ്നേഹം എന്ന് പറയുന്ന ഒരു തലമുറയുടെ പിന്മുറക്കാർ. നമുക്ക് തീർച്ചയായും ഈ അർപ്പണം നമ്മുടെ സ്വന്തമാക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ നോമ്പിന്റെ നെടുന്തൂണായിട്ട് കാണുന്നത് ഉപവാസമാണ്. ഉപവാസം എന്ന് പറയുന്നത് കർത്താവിന് സമയം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സമയത്തെ പരിമിതപ്പെടുത്തലാണ്. നമ്മളുടെ ചില ഉപേക്ഷകളിലൂടെയൊക്കെ നമ്മൾ കൂടുതൽ സമയം കർത്താവിലേക്ക് അടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അടുത്ത് വസിക്കുക, അടുത്തിരിക്കുക എന്നാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ഉപവാസങ്ങളുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഉപവാസം, ഈ പ്രാവശ്യത്തെ കുടുംബജ്യോതി മാസികയിൽ ഒരു ഉപവാസത്തെ കുറിച്ച് ഉണ്ട്. ടെക്നോ ഫാസ്റ്റിംഗ് എന്ന് പറയും. ഇന്ന് നമ്മളുടെ സമയം അപഹരിക്കുന്ന ഡിജിറ്റൽ സങ്കേതങ്ങളിൽ നിന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുമോ എന്ന ചിന്ത. പലപ്പോഴും പല കുടുംബങ്ങളിൽ, ഞാൻ ഈ ഫാമിലി അപ്പോസ്തലേറ്റിന്റെ ശുശ്രൂഷയിലായതുകൊണ്ട്, കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയിലായതുകൊണ്ട് പലപ്പോഴും വരുന്ന ആളുകൾക്ക് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് വേണ്ടി നൽകാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമയമില്ല എന്ന് സങ്കടപ്പെടുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നവയെ കുറിച്ചും അവയിൽ നിന്നും അകലുവാനുള്ള ഒരു സന്നദ്ധത. അപ്പൊ പെങ്ങൾ ഉടനെ പറഞ്ഞാൽ എനിക്ക് ആ ഫോൺ വേണ്ട, കാരണം അത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാകും, അതുകൊണ്ട് എനിക്കത് വേണ്ട. അപ്പൊ ഞാനും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫോണുമായിട്ട് പോയിക്കൊള്ളാം, 2 ആഴ്ച കഴിയുമ്പോൾ നീ എൻ്റെ അടുക്കൽ വന്ന് ഈ ഫോൺ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം കുറച്ച് സമയം മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുക. പക്ഷെ ഞാൻ ആ ഫോൺ എടുത്തുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ നെഞ്ചിലൂടെ ഒരു വെള്ളിടി വെട്ടി. കാരണം ഇന്ന് ഞാൻ ഈ ഫോണുമായിട്ട് പോയാൽ ഇന്ന് ഇവിടെ എന്തെങ്കിലും കടുകൈ നടക്കും. ഞാനത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. കാരണം അത്രമാത്രം
ഈ മൊബൈൽ ഫോണിന്റെ സ്വാധീനം. എത്രയോ ദാമ്പത്യങ്ങളാണ് ഇതിന്റെ പിടിയിൽപ്പെട്ട് വലിയ ദുരിതത്തിലേക്ക് പോയിരിക്കുന്നത് നമുക്കറിയാമോ. മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് അഭിമന്യ പെരുന്തോട്ടം പിതാവ് നമുക്കൊരു സർക്കുലർ എഴുതി. ആ സർക്കുലറിൽ പറഞ്ഞിരുന്നു, നമുക്കൊരു ഡിജിറ്റൽ ഫ്രീ അവർ നമ്മുടെ കുടുംബത്ത് ആവശ്യമാണ്. എല്ലാ സാങ്കേതിക വസ്തുക്കളും ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് അല്പസമയം, 1 മണിക്കൂർ സമയം പ്രാർത്ഥിക്കാനും പരസ്പരം പങ്കുവെക്കാനുമായി കുറച്ച് സമയം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും. ഇന്ന് ബന്ധങ്ങളിലെല്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധി, എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യം, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ഒരു ക്വാളിറ്റി ടൈം ഇല്ല, ഒരു വിലയുള്ള സമയമില്ല, ഒരു മൂല്യമുള്ള സമയമില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. ജോലി കഴിഞ്ഞ് വന്നാൽ ഭാര്യയും ഭർത്താവും അവരവരുടെ മൊബൈൽ ഫോണും ഒക്കെയായി അവരവരുടെ ലോകത്തിലേക്ക് പോകുന്നു. അത്യാവശ്യം വീട് പുലർത്തിക്കൊണ്ട് പോകാനുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്തതിനു ശേഷം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങളിലേക്ക് മാറിയിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സംഭവിക്കുന്നത് വലിയ ബന്ധ തകർച്ചകളാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ബന്ധത്തെ വിടർത്തുന്ന, അകറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായും കൂടുതൽ സമയം, ക്വാളിറ്റി ടൈം കണ്ടെത്തേണ്ടതിന് അവയെ മാറ്റിവെക്കുക എന്ന് പറയുന്നത്. വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധി ഇന്ന് പല കുടുംബങ്ങളിലുമുണ്ട്. അതിന് നമുക്ക് എന്ത് ഉപവാസം ചെയ്യാൻ സാധിക്കും, അതിനെന്ത് ത്യാഗം ചെയ്യാൻ സാധിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കൽ ഇത് പറയുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് കൊണ്ട് ഒരു കൗൺസിലിങ്ങിന്